അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോടിക്കണക്കിന് മലക്കുകളും ലക്ഷോപലക്ഷം ജനങ്ങളും സംഗമിക്കുന്ന മക്ക നഗരത്തിന് മറക്കാൻ കഴിയാത്ത ഒരു മഹൽ വ്യക്തിയുടെ നാമമുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് എന്നും മുഅ്മിനായ മനുഷ്യൻ 5 നേരം ആ ഖലീലുള്ളാന്റെ ആ നബിയുടെ ആ പ്രവാചകന്റെ പേര് ഉച്ചരിക്കുന്നു. മുത്ത് റസൂലിന്റെ പേരും പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ പേരും ഒപ്പം നിൽക്കുന്നു. എന്താണ് ഇത്രയ്ക്കും ത്യാഗം ഇബ്രാഹിം നബി ചെയ്തത് എന്നറിയാമോ? ചെറുപ്രായത്തിൽ അദ്ദേഹം ഏകദൈവ സിദ്ധാന്തം ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നമ്രൂദ് തീയിലിടാൻ തീരുമാനിച്ചു. ആ സമയത്ത് അതിനു വേണ്ടി ഒരു കുഴിയുണ്ടാക്കി. 20 മുഴം നീളത്തിലും വീതിയിലുമുള്ള ഒരു കുഴി, അതിലേക്ക് 30 മുഴം ആഴവും ഉണ്ടായിരുന്നു. അതിലേക്ക് വിറക് നിറച്ചു, എന്നിട്ട് അത് കത്തിച്ചു. എന്നിട്ട് അവൻ ആ തീയിനെ നിലനിർത്താൻ വേണ്ടി കുറച്ചു കാലം അവൻ ഉദ്ദേശിച്ച അത്രയും നിലനിർത്താൻ വേണ്ടി, അത് കെടാതിരിക്കാൻ വേണ്ടി അവനൊരു തന്ത്രം പ്രയോഗിച്ചു. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേർച്ചയാക്കിയിട്ട് ഈ തീയിലിട്ട് കത്തിച്ചോളൂ. നമ്മളുടെ ദൈവങ്ങളെ നിന്ദിച്ചവനെ ശിക്ഷിക്കുന്ന തീയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറും, നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞു. തന്നിമിത്തം ആളുകൾ പലരും അതിലേക്ക് വിറകും മറ്റ് പല സാധനങ്ങളും നേർച്ചയാക്കി കൊണ്ടുവരികയും അതിലിടുകയും ചെയ്യുമാറുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ശൈത്താൻ വളരെ ജാഗരൂകനായി പ്രവർത്തിച്ചു. അവർക്കൊക്കെ പ്രശ്നങ്ങൾ നീക്കിക്കൊടുക്കുകയും ശൈത്താന്റെ സഹായം അവർക്കൊക്കെ ചെന്നു. അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ ശൈത്താൻ നല്ല വിശ്വാസങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ തീ ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. അങ്ങനെ ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കാനോ അടുത്തേക്കൊരു മനുഷ്യന് ചെല്ലാനോ കഴിയാത്ത അവസ്ഥയിലായി. ഇനി എങ്ങനെ ഇബ്രാഹിമിനെ അതിലേക്ക് കൊണ്ടുപോയി ഇടും? ഇതായിരുന്നു രാജാവിൻ്റെ ചിന്ത. അതിന് രാജാവിന് നല്ലൊരു വഴി കാണിച്ചു കൊടുത്തു. ആര്? ശൈത്താൻ ഒരു അമ്പുണ്ടാക്കി കൊടുത്തു. ഈ അമ്പിൽ വെച്ച് തൊഴുതു വിടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അമ്പുണ്ടാക്കി അതിൽ തൊഴുതു വിട്ടു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരെ ചെന്ന് തീ കുണ്ടത്തിൽ പതിച്ചു. ആ സമയത്ത് അല്ലാഹു തആല തീയിനോട് കൽപ്പിച്ചിരുന്നു, നീ തണുപ്പും രക്ഷയുമാകണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക്. ആളിക്കത്തുന്ന തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് ചെന്ന് വീഴേണ്ട താമസം അദ്ദേഹത്തിന് ഒരു പൂങ്കാറ്റാണ് അനുഭവപ്പെട്ടത്. വല്ലാത്തൊരു തലോടൽ. നല്ല തെളിയുള്ള നല്ല നീല വെള്ളത്തിൽ, ആഴമുള്ള ഒരു കുളത്തിലെ നീല വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിലെ നീല വെള്ളത്തിൽ അങ്ങ് ചാടിക്കുളിച്ചാൽ എന്ത് രസമുണ്ടാകും? ആ ഒരു അനുഭൂതിയാണ് ഇബ്രാഹിം നബിക്കുണ്ടായത്. ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിലിങ്ങനെ നടക്കുന്നു ആ തീയിൽ. ഇത് കണ്ട് ജനങ്ങൾ അമ്പരന്നു. എന്നാലും ചില ആളുകൾ, നമ്രൂദിന്റെ ആളുകളിൽ ചിലർ അവനെ തന്നെ വിശ്വസിച്ചു. അതൊക്കെ അവന്റെ തന്ത്രമാണെന്ന് വിശ്വസിച്ചു. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ദൈവിക സിദ്ധാന്തം തന്നെയാണ് ശരി എന്ന് മനസ്സിലാക്കി. നവറ എന്ന് പറയുന്ന ഒരു മകള് നമ്രൂദിനുണ്ടായിരുന്നു. അവൾ ഇതെല്ലാം ശരിക്കും ബുദ്ധിമതിയായിരുന്നു. അവൾ ശരിക്കും മനസ്സിലാക്കി. അവൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാത്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം 40 ദിവസത്തോളം ആ തീയിൽ കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ വരെ മലക്കുകളിൽ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ആ തീയിൽ സുഖമായിട്ട് 40 ദിവസം കഴിഞ്ഞുകൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, വളരെ സുഖമായിരുന്നു. സാധാരണ മറ്റുള്ള സ്ഥലത്ത് ലഭിക്കുന്നതിനേക്കാൾ സുഖത്തിൽ ആ തീയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഴിച്ചു കൂട്ടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുറത്തേക്ക് വന്നപ്പോൾ നവറ എന്ന മകൾ, നമ്രൂദിന്റെ ഒരു മകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചു. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സാറാ ബീവിയെ വിവാഹം ചെയ്തു. സാറാ ബീവി ആണെങ്കിലോ രാജകീയ സുന്ദരിയായിരുന്നു. ഭയങ്കര ഭംഗിയുള്ള സുന്ദരിയായിരുന്നു സാറാ ബീവി.
സാറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായിട്ട് മിസ്രിലെത്തിയപ്പോൾ ആ കഴിഞ്ഞുപോയ ആ മറ്റേ നമ്രൂദ് മരിച്ചുപോയി, അയാളൊക്കെ ജീവനൊടുങ്ങിപ്പോയിക്കണ്. നമ്രൂദിനെതിരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് ഇവന്റെ മരണം ഒരു നിസാര ജീവിയെ കൊണ്ടാക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. തന്നിമിത്തം നമ്രൂദിന്റെ തലക്കകത്തേക്ക് ചെവിയിലൂടെ ഒരു കൊതുക് കയറി തലയുടെ ഉള്ളിലേക്ക് ചെന്നു. അത് തലയോട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തലക്കടിച്ച് ആ തലയടിച്ച് ചത്തവൻ ജീവൻ പോയി. അങ്ങനെ അവന്റെ കാലം കഴിഞ്ഞു. പിന്നീടാണ് മിസ്രിലെത്തുന്നത്. ഈ മിസ്രിലെത്തിയപ്പോൾ മിസ്രിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആളൊരു സ്ത്രീലമ്പടനായിരുന്നു. അതായത് സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ അയാൾ വിടൂല, അങ്ങനെ ആയിരുന്നു. അയാളുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ മിസ്രിലെത്തിയ ഇബ്രാഹിം നബിയും സാറാ ബീവിയും മിസ്രിലെത്തിയപ്പോൾ ഈ രാജാവിൻ്റെ ചെവിയിലെത്തുന്നത്, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സുന്ദരിയായ പെണ്ണുമായിട്ട് ഒരു ആള് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ രാജാവും പരിവാരങ്ങളും കൂടി ഇബ്രാഹിം നബിയെ കാണാൻ പോവുകയാണ്. ഇബ്രാഹിം നബിയെയും ഭാര്യ സാറാ ബീവിയെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിലെത്തിയ അവരെ തടങ്കലിലാക്കി. സാറാ ബീവിയെ അയാൾക്ക് കിട്ടണമെന്നതായിരുന്നു ആവശ്യം. പക്ഷേ എന്തോ സാറാ ബീവിയുടെ അടുക്കിലേക്ക് ചെല്ലാൻ ഒരു ഭയം അയാളിൽ ഒളിഞ്ഞിരുന്നു. മാത്രമല്ല സാറാ ബീവിയോടുള്ള അതീവ ഭ്രമം കാരണം, അതീവ ആഗ്രഹം കാരണം അയാൾ ഭ്രമചിത്തനായി. ഒരു ജാതി ഭ്രാന്ത് പോലത്തെ അസുഖം അയാളെ ബാധിച്ചു, ലഹരി ബാധിച്ചു. അങ്ങനെ ജ്യോത്സ്യന്മാരൊക്കെ കൊട്ടാരത്തിൽ വന്നു പ്രവചിച്ചു, നിങ്ങൾ തടങ്കലാക്കിയ പുതിയ ആളെ ഉടനെ വിട്ടയക്കുക, അവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക, അത് മാത്രമാണ് ഇതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞു. അതും ശൈത്താൻ മന്ത്രിച്ചതായിരിക്കും. അതിനുള്ള വഴി രാജാവിൻ്റെ ഒപ്പം നിൽക്കലാണല്ലോ ശൈത്താൻ്റെ പണി. ഏതായാലും ശൈത്താൻ്റെ മന്ത്രപ്രകാരം രാജാവ് അത് നടപ്പിലാക്കി. സാറാ ബീവിയുടെ തടങ്കൽ റൂമിൽ തടങ്കൽ ജയിലിൽ ചെന്നിട്ട് പറഞ്ഞു, താങ്കളോട് ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്. താങ്കൾ എനിക്ക് പുറത്തു തരണം, നിർബന്ധമായിട്ടും പുറത്തു തരണം, എനിക്ക് സുഖമില്ല. അദ്ദേഹത്തിനൊക്കെ ഒരു ചൊറിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. വല്ലാത്ത വിഷമത്തിലാണ് ആ രാജാവ് ഒടുവിൽ സാറാ ബീവിയോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ സാറാ ബീവിയെ അവര് മോചിതയാക്കുമ്പോൾ രാജാവ് പറഞ്ഞു, പോരാ, നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരണം. കാരണം നിങ്ങളെ ഞാൻ അത്രക്കും വേദനിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടായി ഞാൻ കാരണം, അതുകൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബിയോടും സാറാ ബീവിയോടും മാപ്പ് ചോദിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൽ അതീവ സുന്ദരിയായ ഒരു പെണ്ണുണ്ട്, അവളുടെ പേരാണ് ഹാജറ. അവളെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു, നിങ്ങൾക്ക് എൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു, അവളെ നിങ്ങൾക്ക് ഞാൻ തരികയാണ് എന്ന് പറഞ്ഞ് സാറാ ബീവിക്ക് വെള്ളാട്ടിയായിക്കൊണ്ട്, സാറാ ബീവിക്ക് കൂട്ടുകാരിയായിക്കൊണ്ടോ അല്ലെങ്കിൽ ജോലിക്കാരിയായിക്കൊണ്ടോ സാറാ ബീവിക്ക് ഹാജറ ബീവിയെ കൊടുത്തു. അങ്ങനെ സാറാ ബീവിയുടെ കൂടെ ഇബ്രാഹിം നബിയും ഒരുമിച്ച് അവിടെ നിന്ന് പോന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയോട് പറഞ്ഞു, സാറാ, എൻ്റെ പ്രിയതമേ, നമുക്ക് ഒരു സന്താനം ഉണ്ടായിട്ടില്ല. നമ്മളൊരുപാട് കാലം ജീവിച്ചു. എനിക്ക് 100 നിനക്ക് 90 വയസ്സൊക്കെ എത്തി. ഒരുപാട് കാലം നമ്മൾ ജീവിച്ചു. ഇനി അവളെ ഹാജറയെ എനിക്ക് വിവാഹം ചെയ്യാൻ അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. സാറാ ബീവി കാര്യം മനസ്സിലാക്കി ഒരു സന്താനം ഉണ്ടാവുമല്ലോ എന്ന് കരുതി സാറാ ബീവി ഹാജറ ബീവിയെ ഇബ്രാഹിം നബിക്ക് കൊടുത്തു. ഇബ്രാഹിം നബി ഹാജറ ബീവിയെ നിക്കാഹ് കഴിച്ചു. അങ്ങനെ ജീവിതം ആരംഭിച്ചു. അധിക കാലം അകന്നില്ല. അതിനു മുമ്പേ രണ്ടുപേരും ഒപ്പം ഗർഭിണിയായി.
അള്ളാഹുവിൻ്റെ പരീക്ഷണം നോക്കണം. രണ്ടു പേരും ഒപ്പം ഗർഭിണിയായി. സാറാ ബീവിയും ഹാജറ ബീവിയും ഒപ്പം ഗർഭിണിയായി. അങ്ങനെ രണ്ടുപേരും പ്രസവിച്ചു. സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ സാറാ ബീവിക്ക് തോന്നാതിരുന്നില്ല, ഇബ്രാഹിം നബിക്ക് കൂടുതൽ ഇസ്മായിലിനോടാണ് താല്പര്യം, ഹജറായുടെ കുട്ടിയോടാണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നാതിരുന്നില്ല. അതിൻ്റെ കാരണം പിശാചി തന്നെയായിരുന്നു, തോന്നിപ്പിക്കലായിരുന്നു. എന്നാലും അതൊന്നും സാറ പുറത്ത് കാണിച്ചിരുന്നില്ല. അങ്ങനെ ദിവസങ്ങളും കാലങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാതെ നീണ്ടിട്ടില്ല, മുലകുടി പ്രായമാണ്. ആ സമയത്ത് ആണ് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വരുന്നത്. വല്ലാത്ത കൽപ്പനയാണത്. ഹാജറയും സാറയും ഒരുമിച്ച് രണ്ട് ഭാര്യമാരും ഒരുമിച്ച് ജീവിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്, ഹാജറ ബീവിയെ അങ്ങ് വിജനമായ മക്ക നഗരത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് തിരിച്ചു പോരണം, അവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരണം എന്ന്. അങ്ങനെ അന്ന് മക്ക വിജനത എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിജനതയാണ്. ഇപ്പൊ നമ്മൾ പാതിയാ സമയത്ത് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ വിജനതയായിരിക്കുമല്ലോ. അതേമാതിരത്തെ ഒരു സ്ഥിതി ആ ഏകാന്തതയിൽ ആക്കിക്കൊണ്ട് ഹാജറയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, പ്രിയതമേ, നിന്നെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ എൻ്റെയും നിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സംരക്ഷണമാണല്ലോ ഉള്ളത്, നിനക്കും എനിക്കും. അപ്പോൾ നിന്നെ ഇവിടെ ഉപേക്ഷിച്ചാലും നിന്നെ ഒരുമിപ്പിച്ചാലും കൂടെ കൊണ്ടുപോയാലും ഒക്കെ അവൻ്റെ സംരക്ഷണമാണല്ലോ. അപ്പം ഈ സംരക്ഷണത്തിൽ നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് എന്നോട് തിരിച്ചു പോവാനാണ് അള്ളാഹുവിൻ്റെ ഓർഡർ ഉള്ളത്, കൽപ്പനയുള്ളത്. അപ്പോൾ ഒരു നിമിഷം ഹാജറ ബീവി ചോദിച്ചു, എൻ്റെ ഈ പിഞ്ചു പൈതലിനെ ഞാൻ മുലകുടി പ്രായമല്ലേ, എന്താ? പക്ഷേ അപ്പോൾ തന്നെ ഹാജറ പറഞ്ഞു, ഒരു ഉൾവിളിയുണ്ടായി. ഹാജറ പറഞ്ഞു, ഇല്ല, അത് വേണ്ട, അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അതനുസരിച്ചേ തീരൂ, തീർച്ചയായിട്ടും നിങ്ങൾ പോണം എന്നെ ഇവിടെ ആക്കിയിട്ട്. അങ്ങനെ കുട്ടിയെയും ഹാജറയെയും കുട്ടിയെയും അവിടെയാക്കിക്കൊണ്ട്, അപ്പോൾ കഅബാലയം കുറച്ച് അപ്പുറത്താണ്, അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ആണ് ഈ സംഭവം. അങ്ങനെ അവിടെ ആക്കിക്കൊണ്ട്, ഒരു മലഞ്ചെരിവാണ്, അവിടെ അവരെ രണ്ടുപേരെയും ആക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് ആരും അവിടെ താമസക്കാരൊന്നുമില്ല. അതുവഴി ആളുകൾ കടന്നു പോവാറുണ്ട്. ഒട്ടകപ്പുറത്ത് യാത്രക്കാരിങ്ങനെ കടന്നു പോവാറുണ്ട്. അവിടെ വെള്ളമൊന്നും ഇല്ലാത്തതിനാൽ വെള്ളം ഉള്ളോടത്തെ ആളുകൾ നിൽക്കുള്ളൂ, ആളുകൾ താമസം തുടങ്ങുള്ളൂ. അവിടെ വന്ന ആൾക്കാർ വിശ്രമിക്കാനിരിക്കും, വെള്ളമുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ. ഭക്ഷണം അവരുടെ കയ്യിലുണ്ടാവും, വെള്ളമാണ് കിട്ടാതിരിക്കുക. അങ്ങനെ ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയും അവിടെയാണ്. ഇസ്മായിലിൻ്റെ പുത്രന് ഹാജറ ബീവി മുലയൂട്ടിക്കൊണ്ട് അവിടെ ഇങ്ങനെ കെടുത്തി. അങ്ങനെ കുറേയൊക്കെ ആയി. പിന്നീട് കുട്ടി കരയാൻ തുടങ്ങി, മുലയിൽ പാല് കുറയാൻ തുടങ്ങി, കുട്ടി കരയാനും തുടങ്ങി. കുട്ടിക്കൊരു ചകരം വെള്ളം, കുട്ടിക്കും തനിക്കും കുടിക്കാൻ ഒരുത്തിരി വെള്ളം കിട്ടുമോ എന്ന് ഹാജറ പലവട്ടം നടന്നു നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. കുട്ടിയെ കെടുത്തിക്കൊണ്ട് ഹാജറ കുട്ടിയുടെ അടുത്തേക്ക് വന്നു നോക്കും. പിന്നെ ആരെങ്കിലും ഒട്ടകപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു ചകരം വെള്ളം തരണമേ എന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടി. പക്ഷെ ഒരു ഒട്ടക യാത്രക്കാരനെ പോലും കണ്ടില്ല. ഈ സമയത്ത് ഹാജറക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവേ, പടച്ചോനെ, ഒരു തുള്ളി വെള്ളം വേണം റബ്ബേ എന്ന് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു. പടച്ചോനെ, നിന്നോടല്ലാതെ ചോദിക്കാൻ ആരോടാണുള്ളത്, നീ കാട്ട് റബ്ബേ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇങ്ങനെ ആരെങ്കിലും വെള്ളം കൊണ്ടുപോകുന്നവരുണ്ടോ, യാത്രക്കാരുണ്ടോ എന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങോട്ടും ഓടുന്നു, ഇങ്ങോട്ടും ഓടുന്നു, നിൽക്കാതെ ഓടുകയാണ്. ബീവി തളരുന്നൊന്നുമില്ല. പക്ഷേ കുട്ടി കരയാൻ തുടങ്ങി, കുട്ടി കാലിട്ടടിക്കൽ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കൂടി. കുട്ടി കാലിട്ടടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു, ഇറങ്ങി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചു ആ സ്ഥലത്ത്. ഉടനെ തന്നെ അവിടെ നിന്ന് വെള്ളം
ധാരയായി പൊന്തി. വെള്ളം പൊന്തി എന്നല്ല, വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മണലിൽ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക. ഈ വെള്ളത്തിലാണ് കുട്ടി കിടക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഹാജറ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാനില്ലല്ലേ റബ്ബേ, കുട്ടിയെ എന്തെങ്കിലും പിടിച്ചോ എന്ന് കരുതിക്കൊണ്ട് ഓടി വന്നു നോക്കുമ്പോൾ കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത്. ഹാജറാക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. പടച്ചോനെ, ഈ വിജനതയിൽ നീ ഈ ഭൂമിയിൽ നിന്ന് വെള്ളം തന്നല്ലോ റബ്ബേ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കുട്ടിയെ വേഗം എടുത്തുകൊണ്ട് സംസം സംസം നിക്ക് നിക്ക് എന്ന് പറഞ്ഞു വെള്ളത്തിനോട്. വെള്ളമേ നീ നിക്ക്, ഇങ്ങനെ പൊന്തല്ലേ, നിക്ക് നിക്ക് എന്ന് പറഞ്ഞു. സമാധാനമായി ശാന്തമായി എന്ന് പറഞ്ഞു. വെള്ളം ഒന്ന് ശാന്തമായി. ഉടനെ തന്നെ ശാന്തമായപ്പോൾ ബീവി കുട്ടിയെ ഒരു ഭാഗത്തേക്ക് കിടത്തിക്കൊണ്ട് അവിടെ ഇങ്ങനെ ചുറ്റുഭാഗത്തും മണൽ വെച്ച് കെട്ടി നിർത്തിയ വെള്ളം. ആ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക. ബീവി ഇങ്ങനെ കെട്ടി നിർത്തിയ വെള്ളം ശരി. പിന്നെ ആ നിക്ക് എന്ന് പറഞ്ഞ ശാന്തമായ പൊന്തലാണ് പിന്നെ വെള്ളം പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സംസം വെള്ളം, അങ്ങനെയാണ് സംസം ഉണ്ടായത്. ആ അതുവഴി കടന്നു പോകുന്ന ചില ആളുകൾ, പിന്നെ ഒരു ഒട്ടകയാത്രക്കാർ ഈ ബീവിയെയും കുട്ടിയെയും കണ്ടു. മാത്രമല്ല അവർ കഅബ തവാഫ് ചെയ്യണം എന്ന് വെച്ച് വന്നതാണ്. കഅബാലയം അന്ന് ഒരു ചുവന്ന മണ്ണും കുറച്ച് ചെറിയ ഒരു നിലയിലാണ് ഉള്ളത്. ഒരു അടയാളപ്പെടുത്തൽ എന്ന പോലെ മാത്രമേ ഉള്ളൂ, വല്ലാതെ ഇന്നത്തെ പോലെ ഒന്നും ഇല്ല. അവിടെ വന്ന് അവർ ഒരു വിശ്വാസികളായിരുന്നു. അവരവിടെ വന്ന് തവാഫ് ചെയ്ത് ബീവിയോട് ചോദിച്ചു, ഞങ്ങളിവിടെ തങ്ങിക്കോട്ടെ, നിങ്ങൾ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. യാ അല്ലാഹ്, എത്ര വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു ഹാജറ. അങ്ങനെ അവിടെ അവർ താമസമാക്കി. വീണ്ടും പല യാത്രക്കാരും വന്നു അവിടെ താമസമാക്കി. വീണ്ടും വീണ്ടും വന്നവരവിടെ സ്ഥിരതാമസക്കാരായി ചിലർ. അങ്ങനെ 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 അവിടെ ജനവാസം കൂടിക്കൊണ്ടിരുന്നു. ഇതാണ് കഅബ, ഇതാണ് മക്ക പട്ടണം. അപ്പൊ ഈ മക്ക പട്ടണം പറയില്ലേ ഇബ്രാഹിം നബിയുടെ കഥ? ഇബ്രാഹിം നബിയുടെ കഥയില്ലേ വലിയ കഥ, ലോകത്തിന്റെ ഏറ്റവും വലിയ കഥ ഇബ്രാഹിം നബിയുടെ കഥ. ഏതായാലും അങ്ങനെ അതിന് ശേഷമാണ് പിന്നെയുണ്ടായ സംഭവങ്ങൾ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.